ഇപ്പോൾ KSRTC ബസ്സിൽ സൗജന്യ യാത്ര അനുവദിച്ചിരിക്കുകയാണ്. ഈ സൗജന്യ യാത്ര ഓർഡിനറി ബസ്സിൽ നിന്ന് മാത്രം ഇവർ ഒതുക്കി. അതിൽ തെറ്റ് പറയാൻ പറ്റില്ല. എല്ലാ ബസ്സിലും ആക്കിക്കഴിഞ്ഞാൽ പിന്നെ KSRTC ഓടിക്കേണ്ട ആവശ്യമില്ല. ബസ് സർവീസായിട്ട് എല്ലാവർക്കും ഒരേ ഗ്രാൻഡ് കൊടുത്താൽ മതി. പക്ഷെ ഓർഡിനറി ബസ്സിൽ കൊടുത്തത് നല്ല കാര്യം തന്നെ. ഇനിയിപ്പോൾ എന്താ, ഇപ്പം 3500 ഓർഡിനറി ബസ് ഉണ്ടെന്ന് പറയുന്നു. ഇനി സംഭവിക്കാൻ പോകുന്നതിന് 6 മാസം കഴിഞ്ഞ് നോക്കി പോയി KSRTC ബസ് ഓർഡിനറിയുടെ എണ്ണം ഒന്ന് കുറയും. അത് 3000 ആവും, 2500 ആവും, 2000 ആവും. അപ്പോൾ കയറി പോകാനുള്ള ഓപ്ഷൻ കുറഞ്ഞു വരും. അങ്ങനെയാണ് ഇതിനെ തകിടം മറിക്കാൻ പോകുന്നത്. ഇത് വേറൊരു കാര്യം കൂടി ഗവൺമെൻറ് ചെയ്യേണ്ടതായിരുന്നു. ഈ ഓർഡിനറിക്ക് പകരം ജില്ലയ്ക്കകത്തോടുന്ന വണ്ടികൾക്ക് എല്ലാത്തിനും സൗജന്യം കൊടുക്കാമായിരുന്നു. ഏതെങ്കിലും ഓർഡിനറി ആണെങ്കിലും ഒരു ജില്ലയിൽ നിന്ന് അടുത്ത ജില്ലയിലോട്ട് പോകുന്നുണ്ടെങ്കിൽ അതിന് കൊടുക്കണ്ട. ഈ ജില്ലയ്ക്കകത്ത് തന്നെ എല്ലാ ബസ്സുമാണ്. ജില്ലയ്ക്കകത്ത് ജോലിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനുള്ളവർ, ഇപ്പോൾ പാറശാലയുള്ളവർക്ക് ആറ്റിങ്ങിൽ പോകാം, അവർക്ക് ഫാസ്റ്റ് ബസ്സിൽ കയറി പോകാം. ഇപ്പോൾ കളയിക്കാവിളയിൽ നിന്നോ അല്ലെങ്കിൽ നാഗർകോവിൽ തമിഴ്നാട്ടിൽ നിന്നോ കോട്ടയത്തൊക്കെ എറണാകുളത്തിന് പോകുന്ന ബസ്സിൽ കയറി അവർക്ക് പോകാൻ പറ്റില്ലേ. ജില്ല വിട്ട് പുറത്ത് പോകുന്ന ബസ്സുകൾക്ക് ഒന്നിനും കൊടുക്കണ്ട. ഇപ്പോൾ കാസർഗോഡ് നിന്നാണെങ്കിൽ കണ്ണൂർക്ക് ടൗൺ ടു ടൗൺ എന്ന് പറഞ്ഞ ബസ്സുണ്ട്, അതിന് കൊടുക്കണ്ട. അത് കാസർഗോഡ് ജില്ലയിൽ നിന്ന് കണ്ണൂർ ജില്ലയിലോട്ട് പോകുന്നതല്ലേ. ജില്ലയ്ക്കകത്ത് ഓടുന്ന എല്ലാ ബസ്സിനും കൊടുക്കും. റൂട്ട് ജില്ലയ്ക്ക് പുറത്തോട്ട് പോകുന്നതാണ്, 2 ഡിസ്ട്രിക്റ്റോ 2ൽ കൂടുതലോ ഡിസ്ട്രിക്റ്റ് കവർ ചെയ്യുന്നതാണ്, അതിന് കൊടുക്കണ്ട. അതായിരുന്നെങ്കിൽ കുറച്ചും കൂടെ ഭേദമായിരുന്നു. കുറേ പേർക്കും കൂടെ ഉപകാരം കിട്ടിയതിന്. ഇതിലൂടെ ഈ ബസ്സുകളുടെ എണ്ണം ഇങ്ങനെ കുറയാൻ പോകുന്നില്ല. ഇനിയിപ്പോൾ ഓർഡിനറി ബസ്സുകളുടെ എണ്ണം കണ്ടമാനം അവരങ്ങ് കുറയ്ക്കും. അങ്ങനെയാണ് ഇതിനെ അട്ടിമറിക്കുന്നത്. ആൾക്കാർക്കിട്ട് പണി കൊടുക്കുന്ന ഈ രീതിയിൽ.